ഹലോ എവ്രി വൺ. ജീവിതത്തിൽ ഭയങ്കരമായിട്ട് മാറ്റം ആഗ്രഹിക്കുന്നവരാണ് ഈ ലോകത്തുള്ള ഭൂരിഭാഗം ആളുകളും. മാറ്റം ആഗ്രഹിക്കാത്തവരാരുമില്ല അല്ലേ? ഏതൊരു കാര്യത്തിനാണെങ്കിലും മാറ്റം അനിവാര്യമാണ് താനും. അപ്പം എങ്ങനെയാണ് ട്രാൻസ്ഫോം ആവുക, നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അബൻഡൻസ് വരിക, എങ്ങനെയാണ് ലൈഫിനെ ഒന്ന് ടോട്ടലി ചേഞ്ച് ചെയ്യുക എന്നുള്ളതായിരിക്കും പല ആളുകൾക്കും അറിയാതെ പോകുന്നത്. അറിയാം, ഇന്നത്തെ കാലത്ത് കുറേ സോഷ്യൽ മീഡിയകളിലുള്ള വീഡിയോസ് അത് ഒക്കെ കണ്ടിട്ട് പല ക്ലാസ്സുകൾ, ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ കേട്ടിട്ട് ആ സമയത്ത് മോട്ടീവ് ആവും, അല്ലെങ്കിൽ അറിയാം. പക്ഷേ എന്തോ ഒന്ന് ബാക്കിൽ നിന്ന് വലിക്കുന്ന ഒന്നുണ്ട് ഞങ്ങളെ മാറ്റത്തിന് തടസ്സം നിൽക്കുന്നത്, അല്ലെങ്കിൽ ആരോ കൊണ്ടു തരും ഞങ്ങളെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് എന്ന് വേണ്ടി കാത്തു നിൽക്കുന്നവരായിരിക്കും പലരും ഉണ്ടാവുക. പലർക്കും എന്തുകൊണ്ടാണ് ഇത് സാധിക്കാതെ പോകുന്നത്, എന്താണ് ഇതിന് കാരണം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ കുറഞ്ഞ സമയത്ത് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, ഭയങ്കര സ്വപ്നമാണ് എല്ലാവർക്കും, ഭയങ്കര ആഗ്രഹങ്ങളാണ്. വീട് വെക്കണം, കാറ് വാങ്ങണം, ബിസിനസ് ചെയ്യണം, കുറേ സമ്പാദിക്കണം, ഫാമിലീനെ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നൊക്കെ എല്ലാവർക്കും ഭയങ്കര തീവ്രമായിട്ടുള്ള ആഗ്രഹം തന്നെയാണ്. പലപ്പോഴും ഒന്നോ രണ്ടോ ദിവസം നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ബാക്കിൽ പോവും. പിന്നെ എവിടേക്കോ ആരൊക്കെയോ എന്തൊക്കെയോ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷേ എന്നെ ആരോ ബാക്കിൽ നിന്ന് വലിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആരൊക്കെയോ എനിക്ക് തടസ്സം നിൽക്കുകയാണ്, ഞാൻ വിചാരിക്കുന്ന ഒന്നും നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇമോഷണലി ആവുന്ന വ്യക്തികളുണ്ട്. അപ്പം നമുക്കിന്ന് കുറച്ച് കാര്യങ്ങൾ, എന്താണ് ഇതിന് കാരണം, ആരായിരിക്കും ഇതിന് കാരണം, പിന്നെ ഇതിനെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്നുള്ളതൊക്കെ ഇന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. ചെറിയ രീതിയിൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നന്നായിട്ട് പണം ഉണ്ടാക്കണം, പൈസ ഉണ്ടാക്കണം എന്ന് ഭയങ്കര ആഗ്രഹമാണ് അല്ലേ? പക്ഷേ നന്നായിട്ട് പണം ഉണ്ടാക്കണം, എനിക്ക് സമ്പാദിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതിൻ്റെ ഒപ്പം അത് നിങ്ങളെ മൈൻഡിൽ, നിങ്ങളെ ഇമോഷനാണ്, അത് എനിക്ക് ഉണ്ടാക്കണം, എനിക്ക് വേണം എന്നുള്ള ഇമോഷനായിരിക്കും. പക്ഷേ നിങ്ങളെ ഇമോഷൻ്റെ കൂടെ തന്നെ നിങ്ങളെ മൈൻഡ്, ബോഡി, സോൾ എന്നൊക്കെ പറയുന്ന കണക്ഷൻസ് ഉണ്ട് അല്ലേ? നമ്മളെ ലൈഫിൽ നിങ്ങൾക്കൊരു ജീവനുണ്ട്, ഒരു ആത്മാവുണ്ട്, നിങ്ങളെ ശരീരമുണ്ട്, നിങ്ങൾക്കൊരു മനസ്സുണ്ട്. ഇതെല്ലാം കൂടെ ഒരൊറ്റ പാതയിൽ വരുമ്പോഴാണ് നമുക്കിതിനൊക്കെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കറക്റ്റായിട്ട് ആ ഒരു സിസ്റ്റത്തിൽ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും. ഇത് മൂന്ന് സ്ഥലത്തു നിന്നാണ് ചെയ്യുന്നതെങ്കിൽ എന്തെങ്കിലും നടക്കുമോ? നിങ്ങളെ കഴുത്തിൽ ഒരാൾ കയറിട്ട് ഈ വശത്തുനിന്ന് വലിക്കുന്ന, ഈ വശത്തുനിന്ന് വലിക്കുന്ന, നടുക്ക് നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഏതെങ്കിലും ഒരു ഭാഗം അല്ലേ, ഒന്നെങ്കിൽ നിങ്ങളെ ഇല്ലാതായി ഇപ്പോൾ രണ്ട് ഭാഗത്തുനിന്ന് വലിക്കുമ്പം. ഇതേ ഒരു അവസ്ഥയാണ്, മൂന്ന് റിഫ്ലക്ഷനാണ് മൂന്ന് ഭാഗത്തുനിന്നും വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇമോഷൻ, നിങ്ങൾക്ക് എനിക്ക് മാറണം, നന്നായിട്ട് ആഗ്രഹിക്കണം, അല്ലെങ്കിൽ നന്നായിട്ട് സമ്പാദിക്കണം എന്നുള്ളതാണ്. പക്ഷേ നിങ്ങളെ മൈൻഡിൽ ഓൾറെഡി ബിൽഡ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. എനിക്ക് സമ്പാദിക്കണം എന്നാഗ്രഹം, നീ ഇപ്പോൾ 2 ദിവസം ആഗ്രഹിക്കും, പിന്നൊക്കെ കണക്ക് തന്നെ. അല്ലെങ്കിൽ 2 ദിവസം ചെയ്യും, പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റില്ല, ഞാൻ പരാജയപ്പെടുമോ, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ പിന്നെ അതുപോലെ തന്നെ സംഭവിക്കുമോ, അല്ലെങ്കിൽ എനിക്കത് ലഭിക്കുമോ, കിട്ടുമോ, ഇത് ഇനിയിപ്പോൾ എന്ത് ചെയ്യുക തുടങ്ങിയ ഭയങ്കര ആയിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങളായിരിക്കും നിങ്ങളെ മനസ്സിൽ കൂടെ ഇങ്ങനെ വരിക. മനസ്സിൽ നിങ്ങൾ ഓൾറെഡി ഇങ്ങനെ ചിന്തിച്ചു വെച്ച കുറേ കാര്യങ്ങളുണ്ടാവും. ഈ കാരണങ്ങളായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ബാക്കോട്ട് വലിക്കുന്നത്. നിങ്ങൾ ഇമോഷൻ അങ്ങനെ ആയിരിക്കാം, പക്ഷേ നിങ്ങളെടുക്കുന്ന ആക്ഷനോ നന്നായിട്ട് പണം സമ്പാദിക്കണം എന്നുള്ള ആക്ഷനൊക്കെ ആയിരിക്കും. പക്ഷേ എന്തെങ്കിലും നിങ്ങളിപ്പം ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റി ആയിരിക്കും. എന്തെങ്കിലും പുതുതായിട്ടൊന്ന് ചെയ്യാനുള്ള ഒരു ആക്ഷനോ, അല്ലെങ്കിൽ പണം സമ്പാദിക്കാനുള്ള തോട്ട് കൊണ്ട് നിങ്ങൾ കൊടുത്ത്, ബോഡി കൊണ്ട് നിങ്ങൾ കൊടുത്ത്, ഇമോഷൻ കൊണ്ടൊക്കെ കൊടുത്തിട്ട് ഈ ബോഡി കൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന ഒരു ആക്ഷൻ ഉണ്ടല്ലോ, എടുക്കുന്ന ഒരു ആക്ഷൻ, ആ ആക്ഷൻ സ്റ്റെപ്പ് ഇതിന് വേണ്ടിയിട്ടുള്ളതല്ലെങ്കിൽ എന്താ ചെയ്യുക? മൂന്നും കൺഫ്യൂഷൻ ആയില്ലേ, കോൺഫ്ലിക്റ്റ് ആയില്ലേ? മൈൻഡ് ഒന്ന്, ഇമോഷൻ ഒന്ന്, നിങ്ങളെ ബോഡിയിൽ നിങ്ങൾ ചെയ്യുന്ന ആക്ഷൻ ഒന്ന്. ഇങ്ങനെ ആവുമ്പോൾ നമ്മൾ കറക്റ്റ് അലൈൻമെൻറ്റിലാവില്ല, കറക്റ്റ് ഒരു പാത്തിൽ പോവില്ല, നിങ്ങൾക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. ഇത് നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. ഓൾറെഡി നിങ്ങളെ മൈൻഡിൽ സെറ്റായിട്ടുള്ള കുറേ കാര്യങ്ങൾ, ബിലീഫ് സിസ്റ്റം ആവാം, നിങ്ങൾ ഓൾറെഡി ചിന്തിച്ചു വെച്ചിട്ടുള്ള ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ടാവുമല്ലോ, അതായിരിക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും
പേടികളായിരിക്കും, നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന പേടിയായിരിക്കും. പിന്നെ കുഞ്ഞുനാളുകളിൽ നിങ്ങൾ അനുഭവിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ഈ നിമിഷം നിങ്ങൾ പണം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നതിന് തൊട്ട് മുന്നേ വരെ നിങ്ങൾ അനുഭവിച്ച നിങ്ങളുടെ ഫീലിങ്സ്, അതുപോലെ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ഓരോ സിറ്റുവേഷൻസ്, നിങ്ങൾക്ക് ഫേസ് ചെയ്ത ഓരോ സിറ്റുവേഷൻസ്, നിങ്ങൾ പറഞ്ഞ വാക്കുകൾ, നിങ്ങൾ കേട്ടത്, നിങ്ങൾ കണ്ട കാഴ്ചകൾ, ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിൽ ബിൽഡായി കിടക്കുന്നുണ്ടാവും. ഓൾറെഡി പല ആവർത്തി നിങ്ങളിത് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇതൊരു പ്രിൻ്റായിട്ട് അവിടെ കിടക്കുന്നുണ്ടാവും. ഹീലാവാതെ ആ ഒരു ഇമോഷൻ അവിടെ കിടക്കുന്നുണ്ടാവും. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ ട്രിഗർ ചെയ്യും. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ ഈ പഴയ കാലത്തുള്ള ഈ ഓർമ്മകളൊക്കെ ഇങ്ങനെ മൂർച്ച കൂട്ടി എന്തോ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പൊട്ടിത്തെറിക്കലൊക്കെ, പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ ഒരു പൊട്ടിത്തെറിക്കലൊക്കെ വരുന്നില്ലേ, അതൊക്കെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു ഇമോഷൻ പെട്ടെന്ന് എന്ത് ചെയ്യുന്ന ട്രിഗർ ചെയ്യുന്നതാണ്. ഇങ്ങനത്തെ പല കാരണങ്ങളാണ് നമ്മളെ ലൈഫിനെ നമുക്ക് ഒരു കറക്റ്റ് സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു അലൈൻമെൻറ്റിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ. മനസ്സിലായോ? പിന്നെയെന്ന് വെച്ചാൽ ആഗ്രഹിക്കും, ഒരു ദിവസം 2 ദിവസം ചെയ്യും, ഒരു കൺസിസ്റ്റൻസി ഇല്ല. പിന്നെ ചുറ്റുപാടും, ഞാൻ മാറണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ ചുറ്റുഭാഗത്തുള്ളവർ ആരും സമ്മതിക്കുന്നില്ല മാം. എൻ്റെ ചുറ്റുഭാഗത്തുള്ളവർ ഇങ്ങനെ പറയുന്നു, എൻ്റെ വീട് ശരിയില്ല, ഞാൻ ഇങ്ങനെയാണ് ജനിച്ചത്, എൻ്റെ ആളുകൾ ശരിയില്ല, ചുറ്റുമുള്ള അവർ ഇങ്ങനെ ഭയങ്കര നെഗറ്റീവാണ് മാം, അവർ ഭയങ്കര ടോർച്ചർ ചെയ്യുന്നു. ഞാനൊരു പോസിറ്റീവായിട്ട് വരുന്ന സമയത്ത് എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് പറയുന്നു, പാരൻസ് പറയുന്നു, എൻ്റെ ഫാമിലി അടുത്ത റിലേഷൻഷിപ്പിലുള്ള ആരെങ്കിലും പറയുന്നു, അല്ലെങ്കിൽ ഹസ്ബൻഡ്, വൈഫ്, മക്കൾ എല്ലാം ഒരു തടസ്സമായിട്ട് വരികയാണ്. അല്ലെങ്കിൽ ഇതൊക്കെയാണ് എൻ്റെ കാരണം എന്ന് പറഞ്ഞ് ഓരോ എക്സ്ക്യൂസ് പറയുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഡിസോർഡർ ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പെട്ടെന്ന് നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരിക. നിങ്ങൾ അമിതമായിട്ടുള്ള നിങ്ങളുടെ സോഷ്യൽ മീഡിയയുടെ ഉപയോഗമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ഹാബിറ്റ്, നിങ്ങൾ എന്തെങ്കിലും എൻ്റർടൈൻ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഡീപ്പായിട്ട് നിങ്ങൾ മുഴുകിയത് കൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഇതിൽ നിന്നൊക്കെ എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോവാൻ തടസ്സമായിട്ട് നിൽക്കുന്നത്. ഒരു എനർജി ഇല്ലാതെ ശോഷിച്ച് നിൽക്കുന്ന ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമാകാം നിങ്ങളെ ലൈഫിനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫിലേക്ക് പോകുന്നതിൽ നിന്ന് തടസ്സം നിൽക്കുന്നത്. സിമ്പിളായിട്ട് പറയാം, ഇതെല്ലാം എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ട്. ഇങ്ങനത്തെ ഓരോ സിറ്റുവേഷൻസ് എല്ലാവരുടെ ജീവിതത്തിലുണ്ട്. ഒരാളുടെ ജീവിതത്തിലും ദൈവം നേരിട്ട് വന്ന് എടാ നീ മാറാൻ ആഗ്രഹിച്ച് എന്നാ പോരെ എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തുന്നൊന്നുമില്ല. പക്ഷേ അവരെടുക്കുന്ന തീവ്രമായിട്ടുള്ള ഒരു തീരുമാനമാണ് അവരെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. ഇവിടെയാണ് ഓരോ വ്യക്തികൾക്കും വേണ്ടത്, മാറ്റം വേണ്ടത്. മാറണം എന്നാഗ്രഹിക്കുന്നവർക്ക് മാറ്റം തുടങ്ങേണ്ട സ്ഥലം ഇവിടെയാണ്. പലപ്പോഴും മാറ്റം ആഗ്രഹിച്ചിട്ട്, മാറണം എന്നാഗ്രഹിച്ചിട്ട് തുടങ്ങേണ്ടത് എവിടെയാണ്, ഞാൻ എവിടെയാണ് അവസാനിപ്പിക്കേണ്ടത്, ഞാൻ മാറിയെന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കും എന്നുള്ള അറിവില്ലായ്മയായിരിക്കും ചിലപ്പോൾ കാരണം. എല്ലാവർക്കും കഴിയുന്ന ഒന്നാണ് മാറ്റം. പക്ഷേ അത് ഉള്ളിൽ ആദ്യം ഉറപ്പിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് എടുക്കേണ്ടത്. നിങ്ങൾ ആദ്യം ഉറപ്പിക്കണം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് മാറാൻ സമയമായി, എൻ്റെ മാറ്റത്തിന് തുടക്കമായി. ഞാൻ ആഗ്രഹിക്കുന്ന ബിസിനസ് എനിക്ക് കെട്ടിപ്പടുക്കണം, ഞാൻ ആഗ്രഹിക്കുന്ന സമ്പത്ത് എനിക്ക് നേടിയെടുക്കണം, ഞാൻ ആഗ്രഹിക്കുന്ന റിലേഷൻഷിപ്പ് എനിക്ക് വേണം, ആഗ്രഹിക്കുന്ന ഹെൽത്ത് എനിക്ക് വേണം, നല്ല കരിയർ വേണം, നല്ല ഹാപ്പിനെസ് ആയിട്ടുള്ള ജീവിതം വേണം, സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളായിട്ട് വേണം ഞാൻ ഈ ലോകത്തുനിന്ന് വിട പറയാൻ എന്നെല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ഇതിന് മക്കളെ നിങ്ങൾക്ക് വേണ്ടത് രണ്ട് കാര്യമാണ്. 1, നിങ്ങൾ ആദ്യം ഉറപ്പിക്കുക. 2, സ്ഥിരോത്സാഹം. ഇതിന് വേണ്ടിയിട്ട് കറക്റ്റായിട്ടുള്ള ഒരു സ്ഥിരോത്സാഹം നിങ്ങൾക്ക് വേണം. തീവ്രമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച് ഇത് നിങ്ങൾക്ക് വേണമെന്ന് ഉറപ്പിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങൾ വേണ്ടത്, നിങ്ങൾക്ക് ഈ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ്. വിശ്വസിക്കുക. നിങ്ങളല്ലാതെ വേറെ ഒരാളും വിശ്വസിക്കാൻ വരില്ല. നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾ സമർപ്പിക്കുന്നത്, നിങ്ങളിൽ പൂർണ്ണമായിട്ട് വിശ്വാസത്തോടു കൂടി നിങ്ങളിലേക്ക് എപ്പോൾ സമർപ്പിക്കുന്നോ അന്ന് മാറി നിങ്ങളുടെ ജീവിതം, അന്ന് ട്രാൻസ്ഫോം ചെയ്ത് തുടങ്ങും നിങ്ങളുടെ ജീവിതം. ചെറിയ സ്റ്റെപ്പ് എടുത്താൽ മതി.
ഒറ്റയടിക്ക് നാളെ മുതൽ ഞാൻ ഇന്ന രീതിയിൽ 1 മണിക്കൂർ എക്സസൈസ് ചെയ്ത് ഞാൻ ഡയറ്റ് എടുത്ത് ജിമ്മിന് പോവും, പിന്നെ മെഡിറ്റേഷൻ ചെയ്യും, പ്രാക്ടീസസ് ചെയ്യും, ജോബ് ചെയ്യും, നാളെ മുതൽ അവിടെ പോകും, ഇത് ചെയ്യും, ഇന്ന ആക്ഷൻസൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഫോളോ അപ്പ് ഉണ്ടാവും. ഫുള്ളി ബിസി ആയിട്ട് എൻഗേജ് ആയിട്ട് നിങ്ങൾ ആകെത്തുക മാറ്റാൻ നിൽക്കും. ചെറിയ 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 സ്റ്റെപ്പ് പോയാൽ മതി. ചെറിയ ചെറിയ ആക്ഷൻസ് നിങ്ങൾക്ക് വലിയ സക്സസ് ഉണ്ടാവും. ഇന്ന് ഒരു കാര്യം ചെയ്തു തുടങ്ങാം. മാറ്റം എന്തിലൊക്കെയാണോ വേണ്ടതെന്ന് കൃത്യമായിട്ട് എഴുതി വെക്കുക. എനിക്ക് ഇന്ന കാര്യം മാറണം, എൻ്റെ ജീവിതത്തിൽ ഇന്ന ലെവലിലേക്ക് എനിക്ക് ചേഞ്ച് ചെയ്യണം, അത് ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇന്ന കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഓരോരോ ചെറിയ 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 കാര്യങ്ങൾ ചെയ്തിട്ട് അതിലേക്ക് എത്തുക. തീർച്ചയായിട്ടും കുറഞ്ഞ ദിവസങ്ങളെ കൊണ്ട് വലിയ മാറ്റം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. രാവിലെ 1 മണിക്കൂർ എനിക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കും, രാത്രി 1/2 മണിക്കൂർ എനിക്ക് വേണ്ടി മാറ്റിവെക്കും. ഇത്ര മതി. ദിവസം 20 മിനിറ്റ് എക്സസൈസ് ആണെങ്കിൽ അത് മതി. 2 മിനിറ്റ് മതി. തുടക്കത്തിൽ 1 മിനിറ്റ് 2 മിനിറ്റ് മതി. ജസ്റ്റ് നിങ്ങൾ ആക്ഷൻ എടുത്താൽ മതി. തീരുമാനിച്ചുറപ്പിച്ചു, ഇന്ന് മുതൽ ഞാൻ എക്സസൈസ് ചെയ്യുന്ന തീരുമാനിച്ചുറപ്പിച്ചു എങ്കിൽ ചെയ്യേ. ഒരു 2 മിനിറ്റെങ്കിലും നീ ചെയ്യേ. മടി പിടിച്ചിരിക്കാതെ ഒരിക്കലും ഒരുവനെ നിങ്ങൾ നന്നാക്കാൻ വരില്ല. മടി പിടിച്ചിരിക്കുന്നതിന് പകരം ചെയ്യേ. ഇപ്പം ചെയ്യേ. ഇപ്പം ഈ നിമിഷം നിങ്ങൾ ചെയ്യേ. ഒരാൾ എന്നെ ചേഞ്ച് ചെയ്യാൻ വരില്ല എന്ന് ഉറപ്പിക്കുന്ന നിമിഷം ഈ നിമിഷം നിങ്ങൾ ചെയ്യേ. നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? ഇന്ന് തുടങ്ങിക്കോ. 2 മിനിറ്റ് മതി. 2 പുഷപ്പ് മതി. അല്ലെങ്കിൽ 2 മിനിറ്റ് നിങ്ങൾ ഓടിയാൽ മതി. നാളെ 5 മിനിറ്റ് ഓടുക. മറ്റേത് നിങ്ങൾ 6 മിനിറ്റ് ഓടിക്കോ. ഇനി ഭയങ്കര ടയേർഡായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ദിവസമാണെങ്കിലും 2 മിനിറ്റ് നിങ്ങൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആ എക്സസൈസ് മൈൻഡിനെ നിങ്ങൾക്ക് കബളിപ്പിക്കാൻ പറ്റില്ല. ഞാൻ ഇന്ന് മുതൽ ഡയറ്റാണ്, പഞ്ചസാര ഒഴിവാക്കും, അല്ലെങ്കിൽ ഫുഡിൽ അത് കഴിക്കില്ല ഇത് കഴിക്കില്ല എന്നൊക്കെ തീരുമാനിക്കും. എന്നിട്ട് എന്താ കോൺഫ്ലിക്റ്റ് വരുന്നത്? എവിടെയാണ്? നിങ്ങൾ കഴിക്കാനെടുക്കും ഫുഡ്. അപ്പം നിങ്ങൾ ചെല്ലുന്ന പെട്ടെന്ന് ഒരു മീറ്റിംഗ് വെച്ചു, ബോസിൻ്റെ വക എന്തെങ്കിലും ഒരു ഗിഫ്റ്റുമായിട്ട് എന്തെങ്കിലും സ്നാക്സ് ആയിരിക്കും, ചിലപ്പം ഒരു ലഞ്ച് ഓഫർ ചെയ്യായിരിക്കും, എന്തെങ്കിലും ആയിരിക്കും. അപ്പം നിങ്ങൾ പോകും. കുറച്ച് കഴിക്കുക അല്ലേ. ഡയറ്റ് ആണെങ്കിലും ഇപ്പോൾ ഉച്ചയ്ക്ക് കുറച്ച് കഴിക്കുന്നതിന് കുഴപ്പമില്ല, രാത്രി ഞാൻ ഒഴിവാക്കാം എന്ന് വിചാരിക്കും. പിന്നെ ഇറച്ചി മീനൊന്നും കഴിക്കുന്നതിന് കുഴപ്പമില്ല, റൈസ് ഒന്ന് കുറച്ചാൽ മതിയല്ലോ. കഴിച്ച് കുറച്ചെന്ന് പറഞ്ഞിട്ട് കുറേ ക്വാണ്ടിറ്റി ആവും ഇല്ലേ? അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഇപ്പോൾ ഇന്നും കൂടെ ഇതൊന്ന് കഴിക്കാം, നാളെ മുതലല്ല എൻ്റെ ഡയറ്റ് തുടങ്ങുന്നത്, അങ്ങനെയാണ് ഇന്ന് ഞാൻ ഒന്നായിട്ട് കഴിക്കട്ടെ എന്ന് ഓർക്കും. നിങ്ങളെ മൈൻഡിൽ നിങ്ങൾ ഉറപ്പിച്ചു ഞാൻ ഇന്ന് മുതൽ ഡയറ്റാണെന്നുള്ളത്. പക്ഷേ നിങ്ങൾ ഫുഡ് കാണുമ്പോൾ നിങ്ങൾ ആകർഷിച്ച് ഇമോഷൻ നിങ്ങൾ വേറെ സ്ഥലത്ത് പോവുക, അറിയാതെ എടുത്ത് കഴിച്ചു പോവുക. 3 ആയില്ലേ? 3 നിങ്ങളെ മനസ്സിനെ നിങ്ങൾ അറിയാതെ കബളിപ്പിക്കുകയാണ്. എന്ത് പഠിച്ചു നിങ്ങളെ മനസ്സ്? പാവാണ്. സബ് കോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡും കൊണ്ട് കോൺഷ്യസ്ലി നിങ്ങൾ ആക്ട് ചെയ്ത് സബ് കോൺഷ്യസിൽ അത് പ്രിൻ്റ് ചെയ്യണം. ഇങ്ങനെ നിങ്ങളെ റീപ്രോഗ്രാം ചെയ്യാൻ പറ്റുള്ളൂ. മക്കളെ, നിങ്ങൾ ഇത്രയും കാലം ജീവിച്ചു വന്നു, ഇത്രയും വയസ്സ് വരെ നിങ്ങൾ എടുത്ത ഓരോ ആക്ഷൻസും അതിനകത്ത് നിന്നാണ് നിങ്ങളൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നത്. നമ്മളെ ലൈഫിൽ നമ്മൾ വളർന്നു വന്ന 10, 20, 30 വർഷമായിട്ട് ചെയ്യുന്ന ഒരു പെട്ടെന്നുള്ള ഒരു ബിഹേവിയർ, ഒരു ഹാബിറ്റാണ് നിങ്ങൾ മാറണമെന്ന് ആഗ്രഹിക്കുന്നത്, മാറ്റം കൊണ്ടുവരാൻ തുടങ്ങുന്നത്. 30 വർഷമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം 3 ദിവസം കൊണ്ട് നടക്കുമോ? മാറ്റാൻ പറ്റില്ല. അതാദ്യം മനസ്സിലാക്കുക. മാറ്റാൻ പറ്റും. കറക്റ്റായിട്ട് നിങ്ങൾ 21 ഡേയ്സ്, ഒരു 90 ഡേയ്സ് ഇതിനെ കറക്റ്റായിട്ട് മനസ്സിരുത്തി കോൺഷ്യസ്ലി നിങ്ങൾ അതിനെ അവെയറായിട്ട് മാറ്റാൻ ശ്രമിക്കുന്ന നിമിഷം നിങ്ങളിൽ ചേഞ്ച് വരും. തീർച്ചയായിട്ടും ചേഞ്ച് വരുത്താൻ ഈസിയാണ്. 30 വർഷം ഉണ്ടാക്കിയെടുത്ത അത്രയും എഫേർട്ടൊന്നും വേണ്ട ഇത് നിങ്ങൾക്ക് ചേഞ്ച് വരുത്താൻ. ഓൺലി കുറഞ്ഞ ദിവസങ്ങൾ മതി. അതിനുള്ള ഉറച്ച വിശ്വാസവും തീരുമാനവും ആ മൈൻഡ്, ബോഡീനെ, ഇമോഷനെയൊക്കെ ഒരുമിച്ച് നിങ്ങൾ ഇതിലേക്ക് അലൈൻ ചെയ്യലാണ് നിങ്ങളുടെ പരിപാടി. ഈ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ. ഈ 3 കാര്യത്തിലേക്ക് നിങ്ങൾ അലൈൻ ചെയ്യുന്ന നിമിഷമാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുക. അത് ചെയ്തോ ഇത് ചെയ്തോ. ഇപ്പം എനിക്ക് നിങ്ങളോട് പറയാം, നിങ്ങൾ ഇന്നും രാവിലെ മെഡിറ്റേഷൻ ചെയ്യണം, നിങ്ങൾ എക്സസൈസ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണം, അഫോമേഷൻ എഴുതണം, എങ്കിൽ മാത്രമേ നിങ്ങളെ ജീവിതം രക്ഷപ്പെടുള്ളൂ എന്നൊക്കെ എനിക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും. ഇത്രയും കാലം നമ്മൾ ഗ്രൂപ്പായിട്ട് ചിലപ്പോൾ പലരും ഒരുമിച്ചിരുന്ന് ചെയ്തതും ഇത് തന്നെയാണ്. എന്നിട്ടൊരു കാര്യമില്ല മാം.
എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങളെ മൈൻഡിനെയും നിങ്ങളുടെ ബോഡീനെയും നിങ്ങളുടെ സോളിനെയൊക്കെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ട് അവിടെ, ഇല്ലേ? അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരുത്തുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് അവിടെ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുക? മാറണം തീരുമാനിക്കുന്ന നിമിഷം ഉറപ്പിക്കുക. ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക? വിശ്വസിച്ച് ആ സ്ഥിരോത്സാഹം നിലനിർത്തിക്കൊണ്ട് തന്നെ വർക്ക് ചെയ്യുക. ചെറിയ 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 ആക്ഷൻ എടുക്കുക. നല്ലതാണ്, മെഡിറ്റേഷൻ എടുക്കുന്നത് നല്ലതാണ്. നമ്മൾ ഒരു മാസ് മെഡിറ്റേഷൻ നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. നമ്മളെ ടീമിന് വേണ്ടിയിട്ട്, എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു മാസ് 21 days മാസ് മെഡിറ്റേഷൻ ആൻഡ് ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ട്രെയിനിങ് പ്രോഗ്രാം, അബണ്ടൻസ് ട്രെയിനിങ് പ്രോഗ്രാം നൽകുന്നുണ്ട്. ഇന്ന് രാവിലെ 6 മണി മുതൽ ഒരു 6:30 വരെ, എന്നും അരമണിക്കൂർ മാത്രം നിങ്ങളൊരു ടൈം ഞാൻ കവർന്നെടുക്കുന്നുണ്ട് 7-ാം തീയതി മുതൽ. ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിലെല്ലാ ദിവസവും വരാം. എല്ലാ ദിവസവും വരുന്നവർ മാത്രം അതിൽ ജോയിൻ ചെയ്താൽ മതി. 1-2 ദിവസം എന്താണെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് വരുന്നവർ വരണ്ട. 7-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. ഇപ്പം ഞാൻ അനൗൺസ് ചെയ്യാണ്, 7-ാം തീയതി നമുക്ക് ഒരു മാസ് ട്രെയിനിങ് പ്രോഗ്രാം തന്നെ എല്ലാ ദിവസവും മോർണിംഗ് എടുത്തിട്ട് നിങ്ങൾ ആ ഒരു ഗ്യാപ്പ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എവിടേക്കാണ് ഗ്യാപ്പ് വന്നത് അതിനൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി, അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്കൊരു ഓഫറായിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാം, നിങ്ങൾ രാവിലെ മെഡിറ്റേറ്റ് ചെയ്യേ, നിങ്ങളുടെ മൈൻഡ്സിനെ റീപ്രോഗ്രാം ചെയ്യും. മെഡിറ്റേഷൻ നല്ലൊരു ടൂളാണ്, പവർഫുൾ ടൂളാണ്. ആ സമയം നിങ്ങൾ അതിലേക്ക് വേണ്ടി അലൈൻ ചെയ്യും. അപ്പോൾ നിങ്ങളെ ഇമോഷൻ, ബോഡി, നിങ്ങളെ മൈൻഡൊക്കെ അത് കണ്ണടയ്ക്കുന്നതോടുകൂടി 80% നമ്മളെ ചുറ്റുപാടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? വിട്ടു നിൽക്കും. അപ്പോൾ നിങ്ങളിതിൽ ഇമ്മേഴ്സായി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിൽ 3ഉം ഒരേ അലൈൻമെൻറ്റിൽ വന്നു. ആ ഒരു 20 മിനിറ്റ് നിങ്ങൾ വന്നു. പിന്നെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയും ഇവിടെ, പക്ഷേ നിങ്ങൾ ബിഹേവിയറിൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്തൊരു കഷ്ടം, നാശം, ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പഴുത് പറയാൻ തുടങ്ങും. എവിടെ ഗ്രാറ്റിറ്റ്യൂഡിൽ കാര്യമുണ്ടോ? നിങ്ങളെ മൈൻഡിനെ നിങ്ങൾ പറ്റിക്കല്ലേ? അഫർമേഷൻ പറയും, ഐ ആം വെൽത്തി, ഐ ആം ഹെൽത്തി, ഐ ആം പവർഫുൾ എന്നൊക്കെ ഭയങ്കരമായിട്ട് പറയും. അപ്പോൾ ധാരാളം പണം എന്നിലേക്ക് വരുന്നു, ഐ ആം എ മണി മാഗ്നറ്റ്, ഐ അട്രാക്ട് മണി എവ്രി ഡേ എന്നൊക്കെ ഭയങ്കരമായിട്ട് പറയും, അല്ലേ? ഒരു കാര്യമില്ല, പൈസ ഇല്ലയെന്ന് ഒരു പണിയുമില്ല, പൈസ വരുന്നേയില്ല, എന്തൊരു കട എന്നറിയോ, കഷ്ടപ്പാടാണ്. ഇതിപ്പുറത്ത് 1000 പ്രാവശ്യം പറയും, എന്നിട്ടോ 2 പ്രാവശ്യം നിങ്ങൾ അഫർമേഷനും പറയും. ഏതാ കൂടുതൽ? ഈ നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയും കണക്റ്റ് ആകുമ്പോൾ ന്യൂട്രലാവെന്ന് പറയും. പക്ഷെ പോസിറ്റീവ് കുറവും നെഗറ്റീവ് കൂടുതലും വന്നാൽ എങ്ങനെ ന്യൂട്രലും ആവില്ല, ഒന്നും ആവില്ല. ഒരു ത്രാസല്ലേ തൂങ്ങുള്ളൂ, നെഗറ്റീവിൻ്റെ ത്രാസ് മാത്രമല്ലേ തൂങ്ങുള്ളൂ, വെയിറ്റ് അല്ലേ തൂങ്ങുള്ളൂ. അപ്പം നിങ്ങൾ കുറേ കാര്യങ്ങളിൽ അലൈൻ ചെയ്ത് കൊണ്ടുവരണം. ഒരു ചക്രം, ഒരു ടയറിൻ്റെ ചക്രത്തിൽ കുറേ, ആ ഒരു വീലില്ലേ, ഒരു വീലെടുക്കുകയാണെങ്കിൽ അതിൽ കുറേ ലൈൻസ് ഉണ്ടാവും, അല്ലേ? നിങ്ങൾ നമ്മളെ സൈക്കിളിൻ്റെ ടയർ നോക്കിക്കേ, ഈ എല്ലാം കറങ്ങുന്ന സമയത്ത് ഒറ്റ വട്ടമായിട്ടല്ല കാണുന്നത്, എല്ലാം ഒരേ രീതിയിൽ ഒരു നല്ല സ്പീഡിൽ അത് കറക്കി വെക്കുമ്പോൾ ഒരിതല്ലേ. നമ്മളൊരു എക്സ്പെരിമെൻ്റ് ഉണ്ടായിരുന്നു സ്കൂളിൽ. പല ഒരു വൈറ്റ് പേപ്പർ സർക്കിളായിട്ട് വെട്ടിയിട്ട് അതിൽ കുറേ കളർ ചെയ്യും, കുറേ ഡിവൈഡ് ചെയ്തിട്ട് ഒരു 7-8 കളർ ചെയ്തിട്ട് അതിന് നന്നായിട്ട് കറക്കുന്ന സമയത്ത് ഫുൾ വൈറ്റ് പോലെ നിങ്ങൾക്ക് കാണും, ഒറ്റ കളറിൽ അത് കാണും, അല്ലേ? അതുപോലെ തന്നെ നമ്മളെ ലൈഫിൻ്റെ ഒരു വീലെടുക്കുകയാണെങ്കിൽ അതിൽ ഹെൽത്ത്, കരിയർ, റിലേഷൻഷിപ്പ്, വെൽത്ത് തുടങ്ങിയ കുറേ കാര്യം, നിങ്ങളെ പേഴ്സണൽ ഗ്രോത്ത് തുടങ്ങിയ, നിങ്ങളെ എൻ്റർടൈൻമെൻ്റ് ആവട്ടെ, നിങ്ങളെ ഹാപ്പിനെസ് ആവട്ടെ, എല്ലാ കാര്യങ്ങളും എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. ഈ വികലാംഗൻ നടക്കുന്ന പോലെ ആയിരിക്കും പല രീതിയിൽ. ആ ഷേപ്പ് ഒന്ന് എടുത്ത് അമീബൻ്റെ ഷേപ്പൊക്കെ ആയിരിക്കും ഒരു വട്ടം വരയ്ക്കാൻ പറഞ്ഞാൽ. ഇതെല്ലാം നിങ്ങൾക്ക് അലൈൻ ചെയ്യണം. നമ്മളെ ലൈഫിനെ ടോട്ടലി, ഒരു ജീവിതം എന്ന് പറയുന്ന ആ ചക്രം, ആ ഒരു സൈക്കിളിൽ ആ ഒരു ചക്രം നന്നായിട്ട് ആ റോഡിലൂടെ ഉരുളണമെങ്കിൽ റൗണ്ട് ഷേപ്പ് ആവണ്ടേ? ആ റൗണ്ട് ഷേപ്പിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഒരുപോലെ അലൈൻ ചെയ്യണം. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് റിയൽ ഹാപ്പിനെസ്സിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. റിയൽ ഹാപ്പിനെസ്സിൽ നിങ്ങൾക്ക് ഒരു മൈൻഡ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ടോട്ടലി നിങ്ങൾ അലൈൻ ചെയ്യണം. അലൈൻ ചെയ്യാൻ പറ്റും.
അതിന് നിങ്ങൾ ആദ്യം ഈ ഒരു കൺഫ്യൂഷൻസൊക്കെ ഒഴിവാക്കി നിങ്ങളെ മനസ്സിനെ നിങ്ങൾ ഊറ്റിയുരുക്കുക എന്നുള്ളതാണ്. അതിന് പല ആളുകൾക്കും റീപ്രോഗ്രാം ചെയ്യാൻ നിങ്ങളെ കയ്യിൽ തന്നെയാണ് ആ നിധിൻ്റെ താക്കോലുള്ളത്. ആ ചെറിയ താക്കോൽ ഇങ്ങനെ ഇട്ട് തിരിക്കാനില്ലേ, റീപ്രോഗ്രാം ചെയ്ത് തിരിക്കാനുള്ള സാധനം നിങ്ങളെ കയ്യിലാണ്. അതിന് വില്ലിങ് ആവുക എന്നുള്ളതാണ് ഫസ്റ്റ്. തയ്യാറെടുക്കുക, വിശ്വാസത്തോടു കൂടി റെഡി ആവുക. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി, അറിയുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി. ചെറിയ ചെറിയ ആക്ഷൻസ് എടുത്തു തുടങ്ങുക. തീർച്ചയായിട്ടും ജീവിതത്തിൽ മാറ്റം വരും. 100% ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും. അപ്പോൾ 7-ാം തീയതി വരെ ഓരോരോ ടിപ്സ് ഞാൻ പറഞ്ഞു തരാം. എന്താണ് കാരണമെന്ന് പറഞ്ഞു തരാം, അതിലേക്ക് എങ്ങനെ അലൈൻ ചെയ്യുമെന്ന് പറഞ്ഞു തരാം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ചത് മൊത്തം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആദ്യം ഉറച്ച് വിശ്വസിക്കുക മാറ്റം വേണമെന്ന്. രണ്ടാമത് തീരുമാനമെടുക്കുക, വിശ്വസിക്കുക. ദെൻ സ്ഥിരോത്സാഹത്തോടു കൂടി നിങ്ങൾ വർക്ക് ചെയ്യുക. നിങ്ങൾ ഇന്ന് ഞാൻ എക്സസൈസ് ചെയ്യുന്ന തീരുമാനിക്കുകയാണെങ്കിൽ മനസ്സുണ്ട്, എനിക്ക് പറ്റുമോ, നടുവേദനയുണ്ട്, കാലുവേദന കൂടുമോ ഞാൻ ഇന്ന് മുതൽ ഓടാൻ തുടങ്ങിയാൽ എന്നൊന്നും തീരുമാനിക്കണ്ട. നിങ്ങൾ ഉറപ്പിച്ചോ, ആക്ഷൻ എടുക്കുക. 2 മിനിറ്റ് മതി, 1 മണിക്കൂർ മതി. ഏത് കാര്യത്തിലാണോ നിങ്ങൾക്ക് മാറ്റം വേണ്ടത് അതിൽ നിങ്ങൾ വിശ്വാസത്തോടു കൂടി ആക്ഷൻ എടുക്കുക. ചെറിയ ചെറിയ ആക്ഷൻസ് എടുക്കുക. അതിന് നിങ്ങൾ തടസ്സം നിൽക്കുന്ന കാരണങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ. അത് വെറും കാരണങ്ങൾ മാത്രമാണ്. നിങ്ങളെ ജീവിതത്തിൽ മറ്റാരൊക്കെയോ നിങ്ങളെ തടസ്സം നിർത്തുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ലൈഫിനെ മുമ്പോട്ട് കൊണ്ടുപോവാൻ ആരൊക്കെയോ കാരണങ്ങളാണ്. ഇതാണ് എൻ്റെ ജീവിതത്തിൽ തടസ്സമായിട്ട് വിലങ്ങ് തടിയായിട്ട് നിൽക്കുന്നത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ എന്താണ്, പൊട്ടത്തരമാണ്. അതൊന്നും ഒരു കാരണമല്ല. നിങ്ങളെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുന്ന കാരണമാണ്. അതിനെ എന്ന് നിങ്ങൾ അതിജീവിക്കുന്നോ അന്ന് നിങ്ങൾ ജയിച്ചു. ഇല്ലെങ്കിൽ എന്നും കിടന്നുറങ്ങുന്ന പോലെ നിങ്ങൾക്ക് ഉറങ്ങാം, എന്നും കഴിക്കുന്നത് പോലെ നിങ്ങൾക്ക് കഴിക്കാം, എന്നും ഉടുക്കുന്ന പോലെ നിങ്ങൾക്ക് ഉടുക്കാം, എന്നും ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. എന്തോ പുതുതായിട്ട് നിങ്ങളെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ പുതുതായിട്ട് എന്തോ ഒന്ന് നിങ്ങൾ ചെയ്യാനും തുടങ്ങണം. പുതുതായിട്ട് എന്തോ ഒന്ന് നിങ്ങൾ ചെയ്യാൻ തുടങ്ങണം. അപ്പോഴാണ് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. അപ്പോഴാണ് നിങ്ങളെ ദൈവം നിങ്ങളെ തുണയ്ക്കുന്നത്, നിങ്ങളെ ക്രിയേറ്റർ നിങ്ങളെ തുണയ്ക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു ചെറിയ ആക്ഷൻ എടുത്താൽ മതി, വലിയ ആക്ഷൻ അതിനുവേണ്ടി പ്രപഞ്ചം നിങ്ങൾക്ക് ഒരുക്കി തരും. അവിടെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അവിടെയാണ് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ ചിന്തിക്കുക, എഴുതി തുടങ്ങുക, എഴുതി വെക്കുക. എൻ്റെ ജീവിതത്തിൽ 360 ഡിഗ്രിയിൽ ഞാൻ എന്തൊക്കെ മാറ്റമാണ് കൊണ്ടുവരേണ്ടത്, നെക്സ്റ്റ് ലെവലിലേക്ക് എൻ്റെ ജീവിതത്തെ മൂവ് ചെയ്യാൻ, എൻ്റെ ജീവിതത്തെ കൊണ്ടുപോകാൻ ഞാൻ എന്തെല്ലാം ചെയ്യണം, ഞാൻ എവിടെ തുടങ്ങണം, അപ്പം ഞാൻ ഏതൊക്കെ ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുക്കണം, എൻ്റെ മൈൻഡിനെ ഞാൻ എങ്ങനെയാണ് പറഞ്ഞ് പഠിപ്പിക്കേണ്ടത്, എൻ്റെ ബോഡിയിൽ ഞാൻ ഏത് ആക്ഷനാണ് എടുക്കേണ്ടത്, എൻ്റെ ഇമോഷൻസിനെ ഞാൻ ഏത് രീതിയിലാണ് ഈ ഗോളുമായിട്ട് അലൈൻ ചെയ്യിപ്പിക്കേണ്ടത്. അങ്ങനെ മൈൻഡിലും നിങ്ങളെ ചിന്തകളും നിങ്ങളെ ഇമോഷനും നിങ്ങളെ ആക്ഷനും ഒരു കാര്യത്തിലേക്ക് ഒരുപോലെ ഫോക്കസ് ചെയ്യാം. എഴുതി വെച്ചോ, നാളെ മുതൽ ആ ഒരു സൊല്യൂഷന് വേണ്ടിയിട്ടുള്ള യാത്രയായിരിക്കും, ജേണി ആയിരിക്കും. നിങ്ങൾക്ക് എന്നും ഞാൻ ഓരോരോ ടിപ്പുമായിട്ട് വരുന്നുണ്ട്. എന്നും ഞാൻ ഓരോ കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞ് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഉതകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇത് ഉൾക്കൊള്ളുക, നിങ്ങളെ ജീവിതത്തിൽ പകർത്തുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ജീവിതത്തിൽ എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള ഒരു മാറ്റങ്ങളും ഉണ്ടാക്കാൻ കഴിയട്ടെ. അടുത്ത ടിപ്പുമായിട്ട് നാളെ കാണാം. താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്.